പഠിക്കുന്നതിൻ്റെ പ്രത്യേകത മുത്തുനബിനെ പഠിച്ചാൽ അവസാനിക്കൂലെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇപ്പോൾ ഈ റബീഉൽ അവ്വലായതിന് ശേഷം കുറേ ലേഖനങ്ങൾക്ക് ഹെഡിങ് എഴുതി. വെറുതെ ലേഖനം എഴുതിയതല്ല, ഹെഡിങ്ങൾ മാത്രം ഇങ്ങനെ എഴുതി നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയാൻ പറ്റുന്ന കുറേ ഹെഡിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും രാജാവും, നബി തങ്ങളും പ്രജയും, നബി തങ്ങളും അടിമയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കച്ചവടക്കാരനും, നബി തങ്ങളും കർഷകനും, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഡ്രൈവറും. നബി തങ്ങൾ അന്നത്തെ ഡ്രൈവറാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അക്കാലത്തെ വാഹനമായ കുതിരയെയും കഴുതയെയും ഒട്ടകത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നത്തെ വാഹനമായ കാറും ബൈക്കും ഓടിക്കുന്നതെന്ന് മനസ്സിൽ കരുതാൻ നമുക്ക് കഴിഞ്ഞാൽ ഡ്രൈവിങ് സുന്നത്താവും. അതാണ് ഈ പറഞ്ഞ സാധനം എന്ന് പറഞ്ഞത്. ചെയ്യണ കാര്യം നീയത്തോണ്ട് ഇബാത്താക്കാം. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. ഡ്രൈവിങ് പഠിക്കും വേണം. കാരണം അന്നത്തെ വാഹനമായ കുതിരയെയും ഒട്ടകത്തെയും കഴുതയെയും കോവർ കഴുതയെയും ഓടിക്കാൻ നബി തങ്ങൾ കറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഡ്രൈവിങ് പഠിക്കണം. ഡ്രൈവിങ് പഠിക്കലും സുന്നത്താണ്, ഡ്രൈവ് ചെയ്യലും സുന്നത്താണ്. നീയത്ത് ക്ലിയറായാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ബന്ധപ്പെടുത്തലാണ് മൂമിനായ മനുഷ്യൻ്റെ ഇബാദത്ത് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അതുകൊണ്ട് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അങ്ങനെ സ്വതന്ത്രനായി. ഇസ്ലാമിലെ 2 പ്രധാനപ്പെട്ട അടിമകൾ വിപ്ലവം തീർത്തു. അതിലൊന്ന് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആണ്. ഇങ്ങനെ പഠിച്ചാൽ അവസാനിക്കാത്തൊരു വിഷയമായിട്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എക്കാലത്തും അവശേഷിക്കുന്നതാണ്. ഇത് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും വളരെ നന്നായി മനസ്സിലാക്കുകയും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ വലിയ അടുപ്പം കാത്തു സൂക്ഷിക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ധാരാളം താരീഖുകളെ, ആഷിഖുകളുടെ താരീഖ് പരിശോധിക്കുമ്പോൾ ആദ്യം പരിശോധിക്കേണ്ടത് അബൂബക്കർ സിദ്ദീഖിൻ്റെ താരീഖാണ് റളിയല്ലാഹു അൻഹു. സഹാബത്തിനെ പഠിച്ചാൽ ശരിക്കും നബിനെ മനസ്സിലാവും സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് റളിയല്ലാഹു അൻഹു പഠിച്ചാൽ മതി എന്നാണ്. ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിന് സങ്കടം ഉണ്ടായത് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല എന്നല്ല, തഹജ്ജുദ് നിസ്കരിച്ചിട്ട് കാലുമ്മ നീര് വന്നില്ല എന്നാണ്. ലലംതു സുന്നതമൻ അഹ്യല്ലമയില അനിസ്തഖത് ഖദമ ഹുല്ലുറമിൻ വറമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ലലംതു സുന്നതമൻ അഹ്യല്ലമ ഇല അനിസ്തഖത് ഖദമാഹു ളുർറമിൻ വറമി. ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു മനസ്സിന് അടങ്ങേറ് വന്നത് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല എന്നല്ല, തഹജ്ജുദ് മഹാനവറുകൾ നിസ്കരിച്ചിരുന്നു, നിസ്കരിച്ചിട്ട് കാലുമ്മ നീര് വരുന്നില്ലല്ലോ എന്നാണ്. നബി തങ്ങൾക്ക് നീര് വന്നിരുന്നല്ലോ. എന്താണ് ഓല മനസ്സ് പറയണത്. ഇതാണ് സ്വഹാബത്തിൻ്റെ മനസ്സ് പറഞ്ഞത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തോ ഒരു അസുഖം ഉണ്ട് എന്നറിഞ്ഞു മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. കാണാൻ വേണ്ടി ചെന്നപ്പോൾ നബി തങ്ങൾക്ക് രോഗമാണ് എന്ന് മനസ്സിലായ ഉടനെ നബി തങ്ങൾക്ക് എന്താണോ അസുഖം അതേ അസുഖം സിദ്ദീഖിനും തുടങ്ങി. അതാണ് ഇഷ്ക് റളിയല്ലാഹു അൻഹു. അങ്ങനെ മൂപ്പര് പെരയിൽ വന്നിട്ട് സുഖമില്ലാതെ കടന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസുഖം മാറി. പള്ളിയിൽ വന്നു. സിദ്ദീഖ് എവിടെയെന്ന് ചോദിച്ചു. നബിയെ കുറേ ദിവസമായിട്ട് വരലില്ല എന്ന് പറഞ്ഞു. എന്നാൽ കാണാൻ പോകാറുന്നു. അങ്ങനെ എല്ലാവരും കൂടി സിദ്ദീഖുൽ അക്ബറിനെ കാണാൻ വേണ്ടി വന്നു. നബി തങ്ങളെ കണ്ടേക്കിന് സിദ്ദീഖിൻ്റെ ദണ്ണം മാറിയിട്ടാണ് നീച്ചിട്ടൊരു പാട്ടോട് പാടി. അതാണ് ഇഷ്ക് പറയുന്നത്. സ്നേഹം ഉണ്ടായാൽ ഇഷ്കുണ്ടായാൽ മസ്താവുന്നാണ്, മസ്തുണ്ടായാൽ പാട്ടുണ്ടാവുന്നാണ്, പാട്ടുണ്ടായാൽ കരച്ചിലുണ്ടാകുമെന്നാണ്, കരച്ചിലുണ്ടായാൽ രോഗമുണ്ടാകുമെന്നാണ്, രോഗമുണ്ടായാൽ മൗത്തുണ്ടാകുമെന്നാണ്. അതാണ് ഇഷ്ക് പറയുന്നത്. എല്ലാവരും പാടിയിട്ടുണ്ടല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാടിയിട്ടുണ്ട്, ഉമർ ഖത്താബ് പാടിയിട്ടുണ്ട്, ഹസ്സാൻ ഇബ്നു സാബിത്ത് പാടിയിട്ടുണ്ട് റളിയല്ലാഹു അൻഹു, വെളിയങ്കോട് ഉമർ ഖാദി പാടിയിട്ടുണ്ട്, അമ്പർത്ത് തങ്ങൾ പാടിയിട്ടുണ്ട്, ഗൗസുല്ലാദം പാടിയിട്ടുണ്ട്, ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു പാടിയിട്ടുണ്ട്. ഫി ഹാലത്തിൽ ബുദി റൂഹി കുന്തുർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യദൈക ലികൈ തുഹ്ലാ ബിഹാ ശഫതി.
വെളിയങ്കോട് ഉമർ ഖാദി പാടിയിട്ടുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പാടിയതാണ്. അൻത ഉമ്മുൻ അം അബൂൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. രോഗിയാം നബിയോരാരീകത്ത് ചാരി സിദ്ദീഖും രോഗിയായി രോഗം മാറിയ ആരോഗ്യത്തോടെ വന്നപ്പോൾ സിദ്ദീഖും രാജിയായി. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇസ്ലാമിക ലോകത്ത് സഹാബത്തിന് ചെറിയൊരു പ്രയാസം ഉണ്ടായ യുദ്ധമാണ് ഉഹുദ് യുദ്ധം എന്ന് പറയുന്നത്. ബദറിൽ വലിയ സന്തോഷം ഉണ്ടായത്, ഉഹുദിൽ നബിക്കും സഹാബത്തിനും ചെറിയൊരു വിഷമം ഉണ്ടായി. ഉഹുദ് യുദ്ധം കഴിഞ്ഞിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. ഒരുങ്ങിയപ്പോൾ നബി തങ്ങൾ ഇങ്ങനെ ഓരോ ആൾക്കാരിങ്ങനെ നോക്കി, ആരൊക്കെ ഷഹീദായത്, ആരൊക്കെ ബാക്കിയുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവിനെ കാണാനില്ല. നബി തങ്ങൾ ചോദിച്ചു, സഅദ് ഉണ്ടോയെന്ന് ചോദിച്ചു. ഇല്ല നബിയെ, സഅദിനെ കാണാനില്ല. മരിച്ചവരെ ലിസ്റ്റിലുണ്ടോയെന്ന് ചോദിച്ചു. ഷഹീദായ ലിസ്റ്റിലുണ്ടോയെന്ന് ചോദിച്ചു. ആ ലിസ്റ്റിലില്ല എന്ന് പറഞ്ഞപ്പോൾ സെയ്ദ് ബിനു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പറഞ്ഞു, സെയ്ദേ, നിങ്ങൾ ഉഹുദിൽ പോയി എവിടെയെങ്കിലും സഅദ് ബിൻ റബീഅത്തുണ്ടോ എന്നൊന്ന് തിരയണം എന്ന് പറഞ്ഞു. അങ്ങനെ സെയ്ദ് ബിനു സാബിത്ത് റളിയല്ലാഹു അൻഹു തിരയാൻ വേണ്ടി പോവുകയാണ്. ഉഹുദ് മുഴുവനും തിരഞ്ഞ് എവിടെയും കാണാനില്ലാതെയായി അവസാനം സെയ്ദ് റളിയല്ലാഹു അൻഹു മടങ്ങാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഒരു ഞരക്കം കേട്ടു. മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹു ചെന്ന് നോക്കുമ്പോൾ മണലിൽ പൂണ്ട് കിടക്കുകയാണ്. സഅദ് ബിൻ റബീഅത്ത് റളിയല്ലാഹു അൻഹു തിരഞ്ഞിടുവാൻ സെയ്ദെന്നൊരേ തിരുനബിയും അയച്ചു. തിരഞ്ഞൊടുക്കം മണലിൽ പൂണ്ട സഅദെന്നൊരില്ലടുത്തു. അടുത്ത് ചെന്ന് ജസദിൽ മെല്ലെ തടവി സെയ്ദന്നിരുന്നു. ഹബീബി അനാ സെയ്ദാണെന്നും സലാം അവർക്കും പറഞ്ഞു. മിഴികൾ രണ്ടും തുറന്നു മെല്ലെ പറഞ്ഞിടുന്നു മനമേ, മണക്കുന്നു ഞാൻ റസൂലുള്ളാന്റെ തിരുജസദിൻ മണമേ. എനിക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൻ്റെ മണം വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കാനൊരു ചോദ്യം, സെയ്ദേ, എനിക്കിഞ്ഞ് നബി തങ്ങളെ കാണാനുള്ള അവസരം ഉണ്ടാവുമോ എന്നറിയില്ല, ഞാൻ മരിക്കുകയാണ്. അതുകൊണ്ട് അവസാനമായി അറിയേണ്ടത് എനിക്കൊരു കാര്യമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിയിൽ അമ്പ് തറച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? അതിൽ നിന്ന് രക്തം വരുന്നുണ്ടോ? മഹാനവർകൾ മണലിൽ പൂണ്ടിട്ട് ഇങ്ങനെ മരിക്കാൻ കിടക്കുമ്പോൾ അറിയേണ്ടത് ആകെ ഒരു കാര്യമുള്ളൂ, മുത്തുനബിയുടെ തലമ്മ അമ്പ് തറച്ചിരുന്നു നെറ്റിമ്മ, അതിന് ചോര വരുന്നുണ്ടോ എന്ന് അറിഞ്ഞാൽ മതി. അതാണ് എനിക്ക് അവസാനമായിട്ട് അറിയേണ്ടത്. മരിക്കും മുമ്പ് അറിയിക്കണേ റസൂലുള്ളാഹി എവിടെ, മരിക്കുമെന്ന് നനച്ചുകൊണ്ട് കിടക്കുകയാണിവിടെ. സെയ്ദേ, നിങ്ങൾ പറഞ്ഞിടണേ റസൂലുള്ളാക്ക് സലാമും, പിരിഞ്ഞു ഞാൻ റസൂലുള്ളാട് വസിയത്തായി ദുആയും. നളറുബിന് മാലിക് എന്ന് പറഞ്ഞിട്ട് അനസുബിന് മാലിക് റളിയല്ലാഹു അൻഹുവിന് ഒരു എളാപ്പുണ്ടായിരുന്നു. ഉഹുദ് യുദ്ധം ഏകദേശം കഴിഞ്ഞ് മുസ്ലിങ്ങൾക്ക് ചെറിയൊരു പരാജയമാണ് ഉഹുദ് യുദ്ധത്തിലുണ്ടായത്, എല്ലാവർക്കും അറിയാം. അങ്ങനെ മഹാനവറുകൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കുറേ സഹാബത്ത് ഇരിക്കുന്നുണ്ട്. അപ്പം നളറുബിന് മാലിക്കിനോട് ചോദിച്ചു, റളിയല്ലാഹു അൻഹു എവിടേക്കാ നിങ്ങൾ പോകണമെന്ന് ചോദിച്ചു.
അതിൽ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തോ അപകടം പറ്റിയെന്ന് കേൾക്കുന്നുണ്ട്, പിന്നെ ഇനി നമ്മളെന്തിനാ ജീവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ മരിക്കാൻ പോവുകയാണ് പറഞ്ഞു. അങ്ങനെ മൂപ്പര് നടന്നങ്ങനെ പോകുമ്പോൾ വൈക്കുന്ന വേറൊരു സഹാബിനെ കണ്ടു. അതിൽ ചോദിച്ചു എടുക്കാ പോകണമെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു ഉഹുദിൻ്റെ താഴ്വരയിൽ നിന്ന് ഞാൻ സ്വർഗത്തിൻ്റെ മണം കേൾക്കുന്നു എന്ന് പറഞ്ഞങ്ങാണ്ടാണ്ട് പോയിട്ട് യുദ്ധം ചെയ്തിട്ടാണ്ട് ഷഹീദായിട്ട് പിന്നെ നോക്കുമ്പോൾ ശരീരത്തിൽ വെട്ടുകൊള്ളാത്ത സ്ഥലം ഒരു വിരലിൻ്റെ തലപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. അയിമ നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ സഹോദരി ഇത് നദിർ ബിൻ മാലിക്കാണെന്ന് തിരിച്ചറിഞ്ഞു എന്നാണ്. ഓർക്കൊക്കെ മരിക്കുമ്പോൾ അറിയാനുള്ളത് നബി തങ്ങൾ എവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിക ലോകത്ത് ആദ്യമായി പ്രഭാഷണം നടത്തിയ ആൾ അബൂബക്കർ സിദ്ദീഖ് എന്നാണ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബിനോട് ചോദിച്ചു, നബിയെ ഞാൻ കാബൻ്റെ അടുത്തൊരു വയല് വരട്ടെ ചോദിച്ചു. നബി തങ്ങൾ സമ്മതിച്ചില്ല. കാരണം അന്ന് വയല് പറഞ്ഞാൽ അടിയിട്ടെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് സമ്മതിച്ചില്ല. അവസാനം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചപ്പോൾ നബി തങ്ങൾ മുണ്ടാതിരുന്നു. മൗനം സമ്മതം എഴുതിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വയല് വരാൻ വേണ്ടി പോയി. കാബൻ്റെ അടുത്ത് ചെന്നിട്ട് വയലാണ് പറഞ്ഞപ്പോൾ ചെരിപ്പുകൊണ്ട് ആറാണ്ട് കിട്ടി. അടി കിട്ടിയിട്ട് സിദ്ദീഖുൽ അക്ബർ ബോധരഹിതനായി വീണപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കുടുംബക്കാർ ഓടി വന്ന് മഹാനവറുകളെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി കിടത്തി. അന്ന് കുടുംബത്തിന് വല്ല സെറ്റപ്പ് ഉണ്ടാവും. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹുവിന് ഇതിൽ നിന്ന് ബാക്കിയാവൂല എന്ന് ഉറപ്പായപ്പോൾ അവർ കാബൻ്റെ അടുത്ത് വന്ന് പ്രഖ്യാപിച്ചു, ഈ അടിയിൽ സിദ്ദീഖ് എങ്ങാനും മരിച്ചാൽ അതിന് പകരമായി ഉത്തുബത്തിനെ കൊല ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ ഓല് വീട്ടിലേക്ക് മടങ്ങി ചെന്നപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിന് ബോധം തെളിഞ്ഞിട്ടുണ്ട്. ബോധം തെളിഞ്ഞപ്പോൾ മഹാനായ സിദ്ദീഖുൽ അക്ബർ ആദ്യമായിട്ട് ചോദിച്ചു, മുഹമ്മദ് എവിടെയെന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടപ്പോൾ കുടുംബക്കാർക്ക് ദേഷ്യം വന്നു. ഓല് ഞാൻ ചോദ്യം നിർത്താനാണ് മരിക്കാൻ കിടക്കുന്നോട് എടുത്തുവിടുന്നത്. അപ്പോൾ ഈ ചോദ്യം കേട്ടപ്പോൾ ഓൽക്ക് കീറന്നു. സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അമ്മാനോട് പറഞ്ഞു, ചെറുക്കന് ഭക്ഷണം എന്തെങ്കിലും കൊടുത്താൽ ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓല് പോയി. ഉമ്മ ഭക്ഷണം എടുത്തിട്ട് സിദ്ദീഖ് തങ്ങളുടെ അടുത്തെത്തിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയെന്ന് അറിഞ്ഞിട്ടേ ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. മരിക്കാൻ കിടക്കുന്ന ആളെ ഉമ്മ പ്രായമായിരുന്നു. ഉമ്മ മെല്ലൊരു വടിയൊക്കെ കുത്തിയിട്ട് മെല്ലെ അവിടുന്ന് പുറത്തിറങ്ങി ഇങ്ങനെ അന്വേഷിച്ച് നടന്നു. അവസാനം ഉമർ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ പെങ്ങളുണ്ട് ഫാത്തിമ, അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഫാത്തിമാൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, മുഹമ്മദിൻ്റെ വിവരം എന്താ, എൻ്റെ കുട്ടി ഭക്ഷണം കഴിക്കണില്ല. ഫാത്തിമ പറഞ്ഞു, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞാൻ നിങ്ങളപ്പം അങ്ങോട്ട് പോരാ, വിവരം പറഞ്ഞുതരാൻ പറ്റൂല. അങ്ങനെ ഫാത്തിമ വന്നപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു ചോദിച്ചു, മുഹമ്മദിൻ്റെ വിവരം എന്താണെന്ന് ചോദിച്ചു. അതിൽ ഫാത്തിമ ഇങ്ങനെ കണ്ണുകൊണ്ട് കാട്ടി ഇമ്മ കേൾക്കണുണ്ട് എന്ന് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, കുഴപ്പമില്ല ഇജ്ജ് പറഞ്ഞു. അതിൽ പറഞ്ഞു, അർക്കമിൻ്റെ വീട്ടിൽ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞു. അന്ന് ദാറുൽ അർക്കമിൽ നബി തങ്ങൾ ഒളിച്ച് താമസിക്കുന്ന സമയമാണ്. അർക്കമിൻ്റെ വീട്ടിൽ സ്വതന്ത്രമായിരിക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, എന്നാൽ ഞാൻ കണ്ടിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ പറഞ്ഞു. അതിൻ്റെ പേരാണ് ഇഷ്ക് പറഞ്ഞത്. ഒട്ടും മുറിയല്ല ഈ ഇഷ്ക് പറഞ്ഞ സാധനം. അതുകൊണ്ട് മുസ്തഫ നബി അങ്ങനെ കണ്ടിട്ടേ ഭക്ഷണം കഴിച്ചതുള്ളൂ എന്നാണ് ചുരുക്കം. അതുകൊണ്ട് സഹാബത്തിനെ പഠിച്ചാൽ ഇഷ്ക് എന്താന്ന് പഠിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് മുസ്തഫ നബി തങ്ങളെ പഠിക്കുക, സ്വഹാബത്തിനെ പഠിക്കുക, ആശിക്യങ്ങളാകുക. ജീവിതകാലത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആരെയാണോ അയാളെ മരിക്കുമ്പോൾ കാണുന്നതാണ്. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വഫാത്തിൻ്റെ സമയത്ത് മദീനത്തെ പള്ളിയുടെ മിനാരത്തിൻ്റെ ഭാഗത്തുനിന്നൊരു ശബ്ദം കേട്ടു എന്നാണ്, ഉസ്മാനെ വെള്ളം വേണോ എന്ന്. ഉസ്മാൻ റളിയല്ലാഹു നോമ്പുകാരനായിരുന്നു. മുത്തുനബിയുടെ ശബ്ദം കേട്ടത്. മഗ്രിബ് ബാങ്കിൻ്റെ സമയത്ത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ച് നോമ്പ് തുറന്നു വഫാത്തായി ഉസ്മാൻ റളിയല്ലാഹു എങ്കിൽ ജീവിതകാലത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളെ മരിക്കുമ്പോൾ കാണും. കട്ടിലുമ നീണ്ടു തീർന്നിങ്ങനെ കിടക്കുമ്പോൾ മുത്തുനബിയും ബദരീങ്ങളും വട്ടത്തിലിങ്ങനെ നിന്നിട്ട് അതിൻ്റെ ഇടക്ക് കടന്നിട്ട് ഉറക്ക കെലിമ ചൊല്ലി മരിക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനാണ് കേട്ടോ ഈ പരിപാടിയൊക്കെ. അള്ളാഹു നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. വലിയ ഈമാനോടുകൂടെ പുണ്യനബിയോടുള്ള ഇഷ്കിൽ മഹബത്തിൽ അള്ളാഹു നമ്മളെ ജീവിപ്പിക്കട്ടെ. അങ്ങനെ മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തങ്ങളെ ദുആ ഉണ്ടാവും. അതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. ദുആ കൊണ്ട് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു. ആഖിറു ദഅ്വതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.